എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് താല്പര്യമില്ല എങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെയും നിങ്ങൾക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. എന്നാൽ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്കകം അടച്ചിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകാവുന്നതും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിൽ ഏത് അലോട്ട്മെൻറ്റാണ് കിട്ടിയത് എന്നുള്ളതും അതുപോലെ തന്നെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അതേസമയം ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ലിങ്ക് മാത്രമാണ് ലഭ്യമായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടാവുക, ഒന്ന് ഓൺലൈൻ മോഡും ഒന്ന് ചലാൻ വഴിയുള്ള മോഡും. അപ്പോൾ ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതുപോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാങ്ക് വഴി അടക്കുകയാണ്, അതായത് നിങ്ങൾ ഇനി ചലാൻ ഉപയോഗിച്ചാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24 ഹവേഴ്സിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുക. അതിനായിട്ട് നിങ്ങൾ ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം 24 മണിക്കൂറിന് ശേഷമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവ ഉപയോഗിച്ചാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഒന്ന് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുപയോഗിക്കാനാണ് ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സിമെറ്റ് കോളേജിൽ NRI സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ സിമെറ്റ് ഡയറക്ടറേറ്റ് പാട്ടൂർ തിരുവനന്തപുരം ഓഫീസിലാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവേണ്ടത്. അതുപോലെ തന്നെ CPASിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കുമെന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ കോളേജ് ലിസ്റ്റിൽ കോളേജിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോളേജിന് വെബ്സൈറ്റ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് കോളേജിൻ്റെ ആ ഒരു ഗൂഗിൾ മാപ്പിൽ അതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ചില കോളേജിൻ്റെ വെബ്സൈറ്റ് തന്നെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഏകദേശം എല്ലാ കോളേജിലും സെയിം ഫീസാണ് ഈ ഒരു അഡ്മിഷൻ സമയത്ത് വരുന്നത്. അതായത് ഗവൺമെൻറ്റിലെല്ലാം ഒരേ ഫീസ് തന്നെയാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ എല്ലാം ഒരേ ഫീസ് തന്നെയാണ് വരിക. അതായത് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട ഫീസൊക്കെ സെയിം തന്നെയാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ജസ്റ്റ് നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതായത് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര
എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടത്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണോ, അതുപോലെ ബുക്ക്, യൂണിഫോം ഇവയുടെയൊക്കെ ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം കൂടി ചോദിക്കുക. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ NOC അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഡോക്യുമെന്റ്സ്, ഫീസ് എന്നിവ തിരികെ നൽകുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ്. ചില കോളേജ് ഇമെയിൽ മുഖാന്തരമാണ് നിങ്ങൾക്ക് ആ ഒരു NOC സർട്ടിഫിക്കറ്റ് അയച്ചു തരിക. അതിനായിട്ട് നിങ്ങൾ ഇമെയിൽ വഴി ഒരു റിക്വസ്റ്റ് നൽകേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം എന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, അതുപോലെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ, അതുപോലെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീ പേയ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് വഴി അടച്ചതിന്റെ ആ റെസിപ്റ്റ്, ടോക്കൺ ഫീ പേയ്മെന്റ് അടച്ചതിന്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അടുത്തത് നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജനിച്ച സ്ഥലം കേരളത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഈ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾ അതായത് ഈ ഒരു നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എന്നുള്ളതിന് ആ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളത് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് കാലാവധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര പഴയത് ആയിരുന്നാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഇത്ര വാലിഡിറ്റി ഇല്ല, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ അടുത്തത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. നിങ്ങളുടെ ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് അതായത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പോയ ആ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ അത് +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ +2 അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി CBSE, ICSE, ISC, അതുപോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഇവ ഒഴികെയുള്ള ഏതൊരു ഇക്വലൻസ് ആയിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അതിന് ഏകദേശം ഒരു 100 രൂപ ഫീസ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എല്ലാവർക്കും നിർബന്ധമുള്ളതല്ല. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതും പ്രത്യേകിച്ച് നിർബന്ധമുള്ളതല്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ആവശ്യമായിട്ടുള്ളത്. അടുത്തത് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതും ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും MBBS അതായത് അസിസ്റ്റൻറ്റ് സർജൻ കുറയാതെ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്നായിരിക്കണം ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചില ഹോസ്പിറ്റലിൽ നിന്ന് 100 രൂപയൊക്കെ ഇതിനായിട്ട് വാങ്ങിക്കാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൗജന്യമായിരിക്കും. എന്നാൽ ചില കോളേജ് അതായത് ചില ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ചില വിദ്യാർത്ഥികൾ. അപ്പോൾ ആ രീതിയിൽ പൈസ വന്നേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പ്രത്യേകിച്ച് അഡ്മിഷൻ ടൈമിൽ നിർബന്ധമുള്ളതല്ല. കാരണം എല്ലായിടത്തും വാക്സിൻ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ വാക്സിനേഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു 2ഓളം ഡോസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡോസ് എടുത്ത വിദ്യാർത്ഥികൾ ആ ഒരു ഡോസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഡോക്ടർ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് എഴുതിയിട്ട് അവരുടെ സെയിൽ വെച്ച് തന്നു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാക്സിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ചില കോളേജ് തലത്തിൽ തന്നെ വാക്സിനേഷനുള്ള സൗകര്യം ലഭ്യമാക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ട് എങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു അതായത് A4 ഷീറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഈ ഒരു അതായത് കോളേജിൽ നിന്ന് പൂരിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങ് പൂരിപ്പിച്ചിട്ട് കൊണ്ടുപോയാൽ മതി. കാരണം നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇടേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ആരെയും അങ്ങോട്ട് പോയിട്ട് റാഗ് ചെയ്യില്ല എന്നുള്ളതിന് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവ് നൽകുന്ന ഉറപ്പാണ് ഈ ഒരു ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ്. അത് ഒരു A4 ഷീറ്റിൽ നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അടുത്തതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ NRI കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ NRI ഡോക്യുമെൻറ്റ് അതായത് ഈ ഒരു അഫിഡവിറ്റ് അതായത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് ഓൾറെഡി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ വിസ, പാസ്പോർട്ട് എന്നിവയുടെ എംബസി അറ്റസ്റ്റഡ് കോപ്പിയാണ്. അടുത്തത് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്
ഒരു എംബസി അറ്റസ്റ്റഡ് കോപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ചില കോളേജ് ബോണ്ട് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് അതായത് NRI കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർ നിങ്ങളുടെ കോഴ്സ് കാലാവധി കഴിയുന്നതുവരെ നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ വഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ബോണ്ടാണ് അതായത് NRI കോട്ടയിൽ കിട്ടിയാൽ നൽകേണ്ട ബോണ്ട്. അത് എല്ലാ കോളേജും ചോദിക്കാറുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കോളേജിൽ കോൺടാക്ട് ചെയ്ത് ബോണ്ടിൻ്റെ ആവശ്യം, അതായത് അവരുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SC/BC അതുപോലെ OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS കാറ്റഗറി ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റും PD കോട്ടയിലുള്ളവരാണെങ്കിൽ PD കാറ്റഗറിക്ക് അർഹമായിട്ടുള്ള റിസർവേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകണം. അതുപോലെ മറ്റെന്തെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ നിങ്ങൾ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇനി നമുക്ക് ഏതാനും ഫോമുകൾ നോക്കാം. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ഡിവിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഡോക്ടറുടെ സിഗ്നേച്ചർ പേര്, അതുപോലെ ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഓഫീസിലുമൊക്കെയാണ് അവിടെ നൽകി നിങ്ങൾക്ക് തരിക. അപ്പോൾ അതിന് ചില ഹോസ്പിറ്റൽ 100 രൂപയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇതാണ് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ്. ഇത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അത് മിസ്റ്റർ ഓർ മിസ്സിസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര്, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് കോളേജിലാണ്, അതുപോലെ തന്നെ ഏത് ദിവസമാണ്, അത് ഏത് മന്താണ്, ഏത് ഇയറിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതും, അതുപോലെ ഓഫീസ് ഓർഡർ അത് കോളേജിൽ നിന്നാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോം കോളേജിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങളുടെ അതായത് ഇവിടെ വിറ്റ്നസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതിൽ മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള നിബന്ധനകളൊക്കെ നിങ്ങൾ പാലിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് സിഗ്നേച്ചർ ഓഫ് മദർ ഓർ ഫാദർ ഓർ ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഫാദറുടെ സിഗ്നേച്ചർ ഇടുക. വിറ്റ്നസ് അത് ഫാദറിൻ്റെ പേര് വിറ്റ്നസ് എന്നുള്ള ഭാഗത്ത് എഴുതുക. അതിനുശേഷം അടുത്ത മറ്റൊരാൾ ഇവിടെ സിഗ്നേച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സിഗ്നേച്ചർ വേണമെങ്കിൽ ഇവിടെ രണ്ടാമതൊരു സാക്ഷി ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് സിഗ്നേച്ചർ ഇടാം, അവരുടെ പേര് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ഇതാണ് NOC സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതല്ല. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കോളേജ് നൽകുന്ന ഒരു അനുമതി പത്രമാണ്. അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കോളേജിന് എതിർപ്പില്ല എന്നും നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ ഫീസ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും ഏത് കോഴ്സിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുകയും അതുപോലെ കോളേജ് പ്രിൻസിപ്പാൾ സിഗ്നേച്ചർ ഇട്ട് ഇവിടെ സീൽ ചെയ്ത് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് തരികയുമാണ് ചെയ്യുക. ചില കോളേജ് ഓൺലൈനായിട്ട് അത് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുക, ചില കോളേജ് ഇമെയിലായിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ CNS കൊടുക്കണം. അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസസ് എന്നാണ് CNS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രത്തിലാണ് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നൽകേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യേണ്ട, കാരണം കുറേ ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിപ്പോവേണ്ടതില്ല. കാരണം ഇത് മുദ്രപത്രത്തിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ പോയിട്ട് കോളേജിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാതെ കോളേജിൽ ചോദിച്ച ശേഷം ഫില്ല് ചെയ്താൽ മതി. കാരണം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യുന്ന കാര്യം പറയാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾ 4 വർഷത്തെ നിങ്ങളുടെ BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ പകുതിക്ക് നിർത്തിവെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 1 വർഷം ഇൻറ്റേൺഷിപ്പായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് കോളേജുകളിലും അതായത് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിങ്ങളുടെ സേവനം നൽകും എന്നും, അതായത് അവിടെ ജോലി ചെയ്യും എന്നുള്ളതുമാണ്. അങ്ങനെ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകും എന്നുള്ളതാണ് ബോണ്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രീതിയിൽ കമ്പൽസറി നഴ്സിംഗ് സർവീസ് നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് MSc നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകാനായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് നിർബന്ധിതമായിട്ടുള്ള ഹോസ്പിറ്റൽ വഴിയുള്ള നിങ്ങളുടെ അതായത് നഴ്സിംഗ് സേവനം നിങ്ങൾക്കത് കൂടുതൽ നല്ലതാണ്. കാരണം MSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിർബന്ധിതമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന കാലയളവിൽ നിങ്ങൾക്ക് നിശ്ചിത പൈസ സ്റ്റെപ്പൻ്റായിട്ട് കിട്ടുന്നതാണ്. സ്റ്റെപ്പൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതായത് PG കോഴ്സൊക്കെ പഠിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പൈസ അതായത് നിശ്ചിത പൈസ നിങ്ങൾക്ക് ഒരു മാസം സാലറി പോലെ തരുന്നതാണ്. അതിനാണ് സ്റ്റൈപ്പൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രീതിയിൽ നിങ്ങൾക്കൊരു പൈസ നിങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചൊരു പൈസ ഉണ്ടാകും. അപ്പോൾ പൈസ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കാലാവധിയിലാണ് നിങ്ങൾക്ക് രീതിയിൽ പൈസ ലഭിക്കുക. അപ്പോൾ ഇതാണ് നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിബന്ധന നിങ്ങൾക്ക് അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ കിട്ടിയവർക്ക് മാത്രമാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിബന്ധനയൊക്കെ അത് നിങ്ങളൊരു A4 ഷീറ്റിൽ, അതായത് A4 ഷീറ്റിലല്ല, ഈ ഒരു മുദ്രപത്രത്തിലാണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതായിട്ടുള്ളത്. ഈ ഒരു മുദ്രപത്രം നിങ്ങൾക്ക് ഈ ഒരു ആധാരമേത് ഓഫീസ് പോലുള്ള ആ ഒരു നോട്ടറി ഓഫീസിൽ നിന്നൊക്കെ ഇത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു മുദ്രപത്രം 200 രൂപയുടേത് കിട്ടുന്നതായിരിക്കും. 200 രൂപയുടേത് കിട്ടിയിട്ടില്ലെങ്കിൽ 100 രൂപയുടെ 2 വാങ്ങിച്ചാൽ മതി. അതിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അറിയുന്ന സ്ഥലത്ത് നിന്ന് വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. കാരണം മുദ്രപത്രത്തിൽ ഏകദേശം മുകൾ ഭാഗത്തായിട്ട് തന്നെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ആ ഒരു വൈറ്റ് ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കോളേജിൽ ചോദിച്ച ശേഷം മാത്രം ഇത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. കാരണം അഥവാ തെറ്റിപ്പോവേണ്ട പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന്, അതായത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. NOC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു NOCയുടെ ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ LBS വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ NOC ആവശ്യമുള്ളത്. MCS FNCK PSC MAC ഒക്കെയാണ് നിങ്ങൾക്ക് നഴ്സിംഗിന് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കാനായിട്ട്, ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് PTA ഫണ്ട്, അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഫീസ്, ഇതുപോലെ ഫീസ് എക്സ്ട്രാ ആയിട്ട് അഡ്മിഷൻ ടൈമിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 1,20,000 രൂപ നിങ്ങൾക്ക് ടോട്ടലായിട്ട് അഡ്മിഷൻ ടൈമിൽ ചിലപ്പോൾ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻ്റ് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒരു 2-3 ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രാ കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോയുടെയൊക്കെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കുക. കാരണം നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് 4 വർഷത്തിന് ശേഷമാണ് തിരിച്ചു കിട്ടുക. അതിനുശേഷം എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു SSLC +2 സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും എക്സ്ട്രാ കുറച്ച് കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ